ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെ പഠിച്ചത്? എന്താണ് ഒരു മിണ്ടാത്തെ? ഉം ആനോടും കാഥോടൊക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഗാൽവനിക് സെല്ലിന്റെ ടോപ്പിക് അല്ലേ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ? ടീച്ചർ, ഞാൻ അല്ലേ? കഴിഞ്ഞ ക്ലാസ് വന്നില്ലായിരുന്നു. ആണോ? ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട്ബുക്ക് വീഡിയോ കണ്ടില്ലായിരുന്നോ ആദിത്യ? വീഡിയോ കണ്ടില്ലായിരുന്നോ? ഇല്ല മാം, ഉം എനിക്കൊരു വേറെ ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക് സ്കൂളിൽ നിന്നുള്ള. ഓക്കെ. അപ്പൊ ക്ലാസ് അല്ല, നമ്മുടെ വീഡിയോ കാണണേ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ഓക്കെ മാം, വീഡിയോ. അപ്പൊ എന്തായാലും വീഡിയോ കാണണം. ഓക്കെ. 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 അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്, ഇംഗ്ലീഷ് മീഡിയംകാര് സ്ലൈഡ് ഇല്ല കേട്ടോ. സ്ലൈഡ് ഇപ്പൊ കയ്യിൽ ലാപ്ടോപ്പിലാണ്, അത് ഓൺ ആവില്ല. അപ്പൊ അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ. ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞോളാം കേട്ടോ ഇതിന്റെ കൂടെ. ഓക്കെ. ഓക്കെ. അപ്പോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് വൈദ്യുത വിശ്ലേഷണം. വൈദ്യുത വിശ്ലേഷണത്തിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതായത് ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗാൽവനിക് സെല്ലിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? ഗാൽവനിക് സെല്ലിൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നതെന്നല്ലേ നമ്മൾ പഠിച്ചത് അല്ലേ? ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ? റോഡുകൾ, സിങ്ക് റോഡും കോപ്പർ റോഡൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മള് സിങ്ക് റോഡും കോപ്പർ റോഡൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മള് ഗാൽവനിക് സെല്ലിലൂടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തതൊക്കെ ഓർമ്മയുണ്ടോ? അവിടെ കെമിക്കൽ എനർജീനെ ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റുവാണ് ചെയ്തത് അല്ലേ? അല്ലേ? ആരും ഇല്ലേ? കേൾക്കുന്നുണ്ടോ പറയുന്നേ? ഓക്കെ. അപ്പൊ ഇനി ഈ തവണ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോലൈറ്റിക് സെൽ അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണ സെല്ല്. അപ്പൊ ഇത് നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. അതായത് ഇവിടെ വൈദ്യുതോർജ്ജം രാസമാറ്റം സാധ്യമാകുന്ന ഒരു അതായത് ഇവിടെ ഇലക്ട്രിക്കൽ എനർജീനെ നമ്മൾ കടത്തിവിടുക. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ ഇലക്ട്രോളിസിസ്, വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? എന്താണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞാൽ? എന്താണ്? ഈ ലോഹങ്ങളുടെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടില്ലേ? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ആരും എന്താ മിണ്ടാത്തെ? ഒന്നാമതേ ഞാൻ ഫോണിൽ നിന്നായതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്?
ഹലോ, കേൾക്കുന്നുണ്ടോ? ആ കാണുന്നുണ്ടോ? ടെക്സ്റ്റ് ബുക്ക് കാണുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പോ നിങ്ങൾ ഇലക്ട്രോളിസിസ് എന്നുള്ളത് മൈക്കൽ ഫാരഡേനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇലക്ട്രോളിസിസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? വൈദ്യുത വിശ്ലേഷണത്തെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടോ? 8ാം ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? വെള്ളത്തിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിയിട്ടിട്ട് ഹൈഡ്രജൻ ഓക്സിജൻ ആയിട്ട് വേർതിരിക്കാന്ന് പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്താ മിണ്ടാത്തത്? പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉവ്വ എന്ന് പറയില്ലെങ്കിൽ ഇല്ല എന്ന് പറയും. പഠിച്ചിട്ടുണ്ടോ? അതോ ഓർമ്മയില്ലാഞ്ഞിട്ടാണോ? ഓർമ്മയില്ലാഞ്ഞിട്ടാണ്. നല്ല കാര്യം. ഓക്കെ. അപ്പൊ നമ്മള് 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതായത് വെള്ളത്തിലൂടെ ഇലക്ട്രിസിറ്റിനെ 9ലും പഠിച്ചതാണ്. വെള്ളത്തിലൂടെ ഇലക്ട്രിസിറ്റി, അതായത് വൈദ്യുതി കടത്തി വിടുമ്പോ ഹൈഡ്രജനും ഓക്സിജനും അതിന്റെ കമ്പോണന്റ് ആയിട്ട് അത് തരംതിരിച്ചു പോകുന്നത്, അല്ലെ, വേർതിരിക്കാൻ നമുക്ക് പറ്റുന്നത്. അതായത് വൈദ്യുതോർജ്ജം ഉപയോഗിച്ച് രാസമാറ്റം സാധ്യമാകുന്ന ഒരു രാസപ്രവർത്തനമാണ് ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് അതിനെ എന്താണ്, വെള്ളത്തിന് അതിന്റെ കമ്പോണൻസ് ആയിട്ട് തിരിച്ചതാണ് ശരിക്കും വാട്ടറിന്റെ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണത്. ഇനി നമ്മുടെ അസിഡിക് ആയിട്ടുള്ള, അതായത് ആസിഡ് ചേർത്തിട്ടുള്ള ഒരു വാട്ടറിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് കിട്ടുന്നതെന്ന് എന്തായിരിക്കും? നമ്മള് ഇലക്ട്രിസിറ്റി, അതായത് എന്താണ്, മെറ്റൽസിലൂടെ കടന്നു പോകുമ്പോൾ, അതുപോലെ ആസിഡ് ചേർത്ത വെള്ളത്തിലൂടെയൊക്കെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കൽ ആയിട്ടുള്ള റിയാക്ഷൻസ്, അതായത് രാസമാറ്റങ്ങൾ, പല രാസമാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് രാസമാറ്റം സംഭവിച്ച് കിട്ടുന്ന പദാർത്ഥങ്ങളെയാണ്, അങ്ങനെ കിട്ടുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോ ചില സബ്സ്റ്റൻസസ്, അതായത് ചില സാധനങ്ങൾക്ക് എന്താണ്, അതിന്റെ മോൾട്ടൺ സ്റ്റേറ്റിലും അക്വസ് സൊല്യൂഷനിലും ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് ജലീയ ലായനി രൂപത്തിലോ അല്ലെങ്കിൽ ഉരുകിയ അവസ്ഥയിലോ വൈദ്യുതി കടത്തിവിടും. അങ്ങനെ കടത്തിവിടാനായിട്ട് ചില സബ്സ്റ്റൻസസ്, ചില പദാർത്ഥങ്ങൾക്ക് കഴിവുണ്ട്. അതായത് അതിന്റെ വെള്ളം പോലുള്ള ആ സൊല്യൂഷനിലോ, അതുപോലെ സോളിഡ് ആയിട്ട് മോൾട്ടൺ ആയിട്ട് ഉരുകിയിരിക്കുന്ന അവസ്ഥയിലോ ചില പദാർത്ഥങ്ങൾക്ക് വൈദ്യുതിനെ കടത്തിവിടാനുള്ള കഴിവുണ്ട്, ഇലക്ട്രിസിറ്റിനെ കടത്തിവിടാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള പദാർത്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിൽ ചില രാസമാറ്റങ്ങൾ, ചില കെമിക്കൽ ചേഞ്ചസ്, കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. ചില രാസപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. ഓക്കെ. അപ്പോ അങ്ങനെ ഉണ്ടാവുന്ന ചില പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ മോൾട്ടൺ സ്റ്റേറ്റിലോ അക്വസ് സ്റ്റേറ്റിലോ ജലീയ ലായനി രൂപത്തിലോ ഉരുകിയ അവസ്ഥയിലോ ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോൾ, വൈദ്യുതി കടത്തിവിടുമ്പോൾ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്ന, രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളെയാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അക്വസ് സൊല്യൂഷന്റെ രൂപത്തിലോ മോൾട്ടൺ സ്റ്റേറ്റിലോ അതിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ, ഒരു രാസമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു രാസപ്രവർത്തനം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനത്തെ പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? എന്താ? ഒന്നുകൂടി പറയണോ? ഓക്കെ. അതായത് നമ്മള് ചെറിയ ക്ലാസ്സിൽ വെള്ളത്തിലൂടെ ഇലക്ട്രിസിറ്റി കടത്തിവിടുമ്പോൾ, വെള്ളത്തിലൂടെ കറണ്ട് കടത്തിവിടുമ്പോൾ, വെള്ളം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, H2O ആണ്, അല്ലെ? 2 ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു രൂപമാണ് വെള്ളം എന്ന് പറയുന്നത്, അല്ലെ? വെള്ളം, വാട്ടർ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ചേർന്നാണ്. അപ്പൊ നമ്മൾ ഈ വെള്ളത്തിലൂടെ ഇലക്ട്രിസിറ്റിനെ കടത്തിവിടുമ്പോൾ, അതായത് വൈദ്യുതി കടത്തിവിടുമ്പോൾ വെള്ളം അതിന്റെ ഘടകങ്ങളായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അതായത് ഹൈഡ്രജൻ ആയിട്ടും ഓക്സിജൻ ആയിട്ടും നമുക്ക് വെള്ളത്തിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ട്, കുഞ്ഞു ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഉണ്ട്. അപ്പൊ ഇതുപോലെ ഇപ്പൊ നമ്മൾ വെള്ളത്തിലൂടെ കടത്തി ഇലക്ട്രിസിറ്റി, അല്ലെ? അതുപോലെ നമ്മളിപ്പോ സപ്പോസ് ആസിഡിലൂടെയോ അതുപോലെ മെറ്റൽ, ലോഹങ്ങളിലൂടെയൊക്കെ വൈദ്യുതി കടത്തിവിടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നാണ് ഇവര് ചോദിച്ചത്. അതായത് ലോഹം, അല്ലെങ്കിൽ ലോഹം എന്ന് പറയുന്നത് ഉരുകിയ അവസ്ഥയിൽ ഇരിക്കുന്നതാണ്, അല്ലെ? അതുപോലെ ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ജലീയ ലായനിയാണ്, അല്ലെ? അക്വസ് സൊല്യൂഷൻ ആണ്, ജലീയ ലായനി. അപ്പൊ
ഈ ലോഹങ്ങള് അതുപോലെ ആസിഡുകള് ഇതിലൂടെയെല്ലാം നമ്മള് കറണ്ട് കടത്തി വിടുമ്പോൾ, വൈദ്യുതി ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ അവിടെ ചില രാസപ്രവർത്തനങ്ങൾ ഉണ്ടാവും, ചില കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും. ഇങ്ങനെ കെമിക്കൽ റിയാക്ഷൻസ് അതല്ലെങ്കിൽ രാസപ്രവർത്തന വിധേയമാകുന്ന പദാർത്ഥങ്ങൾക്ക് പൊതുവായിട്ട് പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ നമ്മുടെ ആസിഡുകള്, ആൽക്കലി, ലവണങ്ങള്, സോൾട്ട്, ആസിഡ്, ആൽക്കലി, പിന്നെ അതിന്റെയൊക്കെ ഉരുകിയ അവസ്ഥയിൽ, അതായത് മോൾട്ടൺ സ്റ്റേറ്റിലും അതുപോലെ ലായനികളായിരിക്കും അക്വസ് സൊല്യൂഷന്റെ സ്റ്റേറ്റിലും എല്ലാം ഇവയെല്ലാം എന്താണ്? ഇലക്ട്രോലൈറ്റുകളാണ്. അതായത് എന്താണ്? ഇവയിലൂടെ എല്ലാം ഇലക്ട്രിസിറ്റി, ഇതിലൂടെ എല്ലാം വൈദ്യുതി കടത്തിവിടുമ്പോൾ ചില രാസപ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്ന് അർത്ഥം. മനസ്സിലായോ? ഇനി ഇതുപോലെ നമ്മള് ഇതിലൂടെ എല്ലാം ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി കടത്തി വിടുമ്പോൾ ഇതിന് രാസമാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു, അല്ലെ? കെമിക്കൽ ചേഞ്ചസ്, കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഈ പ്രവർത്തനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് കെമിക്കൽ ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റ് ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി ഈസ് നോൺ ആസ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോലൈറ്റിലൂടെ വൈദ്യുതി ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ ഉണ്ടാവുന്ന കെമിക്കൽ ചേഞ്ചിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അതായത് വൈദ്യുതി കടത്തിവിടുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് രാസമാറ്റത്തിന് വിധേയമാവുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. മോൾട്ടൺ സ്റ്റേറ്റിലോ അക്വ സ്റ്റേറ്റിലോ ജലീയ ലായനി രൂപത്തിലോ ഉരുകിയ അവസ്ഥയിലോ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ രാസമാറ്റങ്ങൾക്ക് വിധേയമാകുന്ന പദാർത്ഥങ്ങളെ, അതായത് കെമിക്കൽ ചേഞ്ചസ് അണ്ടർഗോ ചെയ്യുന്ന സബ്സ്റ്റൻസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോലൈറ്റ്സിൽ ഉണ്ടാവുന്ന കെമിക്കൽ ചേഞ്ചിനെയാണ്, രാസമാറ്റത്തിനെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. മനസ്സിലായോ? 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 മനസ്സിലായി. ഓ, മനസ്സിലായാൽ മനസ്സിലായി എന്ന് പറയണം. എന്റെ എനർജി വെറുതെ നശിപ്പിക്കരുത് കേട്ടോ. ഓക്കെ. അപ്പോ പിന്നെ നമ്മുടെ അക്വ സൊല്യൂഷൻ, അതായത് ജലീയ ലായനിയുടെ അവസ്ഥയിലോ ദ്രാവകാവസ്ഥയിലോ ഇലക്ട്രോലൈറ്റുകൾ അയോൺസ് ആയിട്ട്, വളരെ ഫ്രീ ആയിട്ടുള്ള അയോൺസ് ആയിട്ടായിരിക്കും അവര് സഞ്ചരിക്കുന്നത്. ദെൻ ഇങ്ങനെയുള്ള, അതായത് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്താണ്? മെറ്റലുകൾ, അല്ലെ, ലോഹങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടല്ലോ. ലോഹങ്ങള് എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിന്റെ ഇടത് സൈഡിലുള്ളതായിരിക്കും. ലോഹങ്ങളുടെ പ്രത്യേകത എന്താ? അതിൽ കൂടുതൽ ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ടാവും, അല്ലെ? സ്വതന്ത്രമായിട്ടുള്ള ഇലക്ട്രോണുകൾ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് അവർക്ക് എന്തുള്ളത്? മെറ്റാലിക് ക്യാരക്ടർ ഉള്ളത്, അല്ലെ? ലോഹ സ്വഭാവം ഉള്ളതെന്നൊക്കെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചേക്കുന്നതാണ്, അല്ലെ? അപ്പോ ഈ ഫ്രീ ആയിട്ടുള്ള അയോണുകൾ, ഫ്രീ ആയിട്ടുള്ള ചാർജ്ഡ് ഇലക്ട്രോൺസ് ആണല്ലോ അയോൺ എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോഴോ മേടിക്കുമ്പോഴോ ഒക്കെ ആണല്ലോ അയോണുകൾ ഉണ്ടാവുന്നത്, അല്ലെ? അയോണുകൾ ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം ഫ്രീ ആയിട്ടുള്ള അയോണുകൾ ഉള്ളത് കൊണ്ടാണ് അവിടെ വൈദ്യുത ചാലകത ഉണ്ടാവുന്നത്, അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ മെറ്റൽസ് അല്ലെങ്കിൽ ലോഹങ്ങൾക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്? നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെ? വൈദ്യുത ചാലകതയുണ്ട്, താപചാലകത, അല്ലെ? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി എന്നൊക്കെ നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ്? കൂടുതൽ ഫ്രീ ഇലക്ട്രോണുകൾ ഉള്ളതുകൊണ്ടാണ് അവയ്ക്ക് എന്തുള്ളത്? വൈദ്യുത ചാലകത, അതായത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അതുപോലെ തെർമൽ കണ്ടക്ടിവിറ്റി, അല്ലെ, ഉള്ളത്, താപചാലകതയൊക്കെ ഉള്ളത്. അപ്പൊ കൂടുതൽ ഫ്രീ അയോണുകൾ ഉള്ളത് കൊണ്ടാണ് ഇലക്ട്രോലൈറ്റിലെ വൈദ്യുത ചാലകതയ്ക്ക് കാരണമാവുന്നത് ഈ അയോണുകളാണ്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. ഇനി വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് ഫസ്റ്റ് കണ്ടുപിടിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം, മൈക്കൽ ഫാരഡേ ആണ്, അല്ലെ? ഇലക്ട്രോലൈറ്റിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന വസ്തുക്കളാണ് ഇലക്ട്രോഡുകൾ. അപ്പൊ മൈക്കൽ ഫാരഡേ ഫസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് നടത്തി അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. നിങ്ങൾ ഇതിന് മുന്നേ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഉണ്ടല്ലോ, ആസിഡ്, മെറ്റൽ, ഇതൊക്കെ തുടങ്ങി ഇലക്ട്രോലൈറ്റിലേക്ക് നമ്മൾ വൈദ്യുതി കടത്തിവിടുമല്ലോ, ഇലക്ട്രിസിറ്റി കടത്തിവിടും. ഈ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന ആ വസ്തുക്കളെയാണ് ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത്. അതായത് ഇതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നത്. അപ്പോ
വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോളിസിന്റെ സമയത്ത് നമ്മൾ ഒരു ഇലക്ട്രോഡിന് ബാറ്ററിയുടെ പോസിറ്റീവ് ചാർജിലും ടെർമിനലിലും അറിയാലോ, ഒരു ബാറ്ററിക്ക് പോസിറ്റീവും നെഗറ്റീവും ടെർമിനൽ ഉണ്ട് അല്ലെ. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോഡിന് ഒരെണ്ണത്തിനെ പോസിറ്റീവായിട്ടും ഒരെണ്ണത്തിന് നെഗറ്റീവായിട്ടും കണക്ട് ചെയ്യും. ഇനിയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, പോസിറ്റീവ് ആയിട്ടുള്ള ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആനോഡ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ളതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആനോഡ്. ദയവായി മാറിപ്പോവരുത്. ഗാൽവനിക് സെല്ല് പഠിച്ചപ്പോ നമ്മൾ എന്ത് പഠിച്ചു? ഇലക്ട്രോഡ് ഇൻ വിച്ച് ഓക്സിഡേഷൻ ടേക്ക് പ്ലേസ് ഇസ് ആനോഡ്. As electrons are deposited in anode by the reaction, it will have a negative charge എന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? അതായത് ഏത് ഇലക്ട്രോഡിലാണോ ഓക്സീകരണം നടന്നത് അതാണ് ആനോഡ്. ആനോഡിന് അവിടെ എന്താണുള്ളത്? പോസിറ്റീവ് ചാർജ് ആണെന്നൊക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? അപ്പൊ ഇവിടെ വരുമ്പോ ശ്രദ്ധിക്കണം. ഞാൻ ഇനി പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ ഇത് വീണ്ടും പറഞ്ഞത്. അപ്പൊ പോസിറ്റീവ്, നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ആയിട്ടുള്ള ടെർമിനല് ആരായിട്ടാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതാണ് ആനോഡ്. നെഗറ്റീവ് ആയിട്ടുള്ള ടെർമിനലായിട്ട് ആരാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതാണ് കാഥോഡ്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പൊ എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ളത്? ആനോഡും നെഗറ്റീവ് ആയിട്ടുള്ള ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്നത് കാഥോഡുമാണ്. നിരോക്സീകരണം അല്ലെങ്കിൽ റിഡക്ഷൻ സംഭവിക്കുന്ന ഇലക്ട്രോഡ് കാഥോഡും ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്ന ഇലക്ട്രോഡ് ആനോഡുമാണ് അല്ലെ? അല്ലേ? ആണോ? ഓക്സിഡേഷൻ സംഭവിക്കുന്നത് എവിടെയാണ്? ആനോഡിലും. ആരെയാണ് ഇങ്ങനെ കണക്ഷൻ ഡിസ്കണക്ട് ആയിക്കൊണ്ടിരിക്കുന്നത്? ഓക്കെ, അപ്പോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് എവിടെയാണ്? ആനോഡിലും. നിരോക്സീകരണം റിഡക്ഷൻ സംഭവിക്കുന്നത് കാഥോഡിലുമാണ്. അതുപോലെ ആനോഡാണ് പോസിറ്റീവ്, നെഗറ്റീവ് ആരാണ്? നെഗറ്റീവ് ആരാണ്? കാഥോഡാണ് അല്ലെ? ഇത്രയും പഠിച്ചോ? പഠിച്ചോ പറഞ്ഞത് മനസ്സിലായോ? എന്താ മനസ്സിലായ? റിഡക്ഷൻ സംഭവിക്കുന്നത് എവിടെയാ? കാഥോഡിലാണ്. ആണോ? റിഡക്ഷൻ സംഭവിക്കുന്നത് കാഥോഡിലും ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ആനോഡിലുമാണ്. മനസ്സിലായോ? നമ്മൾ നേരത്തെ പഠിച്ചപ്പോ ഓക്കെ, അപ്പോ ആനോഡില് ഇലക്ട്രോഡ് ഇൻ വിച്ച് ഓക്സിഡേഷൻ എന്താണ്? നിരോക്സീകരണം അല്ലെങ്കിൽ റിഡക്ഷൻ സംഭവിക്കുന്നത് കാഥോഡിലും ഓക്സീകരണം അഥവാ ഓക്സിഡേഷൻ സംഭവിക്കുന്ന ഇലക്ട്രോഡ് ആനോഡുമാണ്. ഇനി നമ്മുടെ വൈദ്യുത വിശ്ലേഷണ സെൽ ഇലക്ട്രോളിറ്റിക് സെല്ലില് പോസിറ്റീവ് ഇലക്ട്രോഡിൽ ഓക്സീകരണവും നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിരോക്സീകരണവുമാണ് നടക്കുന്നത്. പോസിറ്റീവ് ഇലക്ട്രോഡിൽ ഓക്സീകരണവും നെഗറ്റീവ് ഇലക്ട്രോഡിലാണ് നിരോക്സീകരണം നടക്കുന്നത്. എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ളത് കണക്ട് ചെയ്തിരിക്കുന്നത് ആനോഡിലും നെഗറ്റീവ് ആയിട്ടുള്ളത് കണക്ട് ചെയ്തിരിക്കുന്നത് കാഥോഡിലാണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ പോസിറ്റീവിലാണ് ഓക്സീകരണം, നെഗറ്റീവില് നിരോക്സീകരണമാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി ഗാൽവനിക് സെല്ലിൽ എങ്ങനെയായിരുന്നു? ഗാൽവനിക് സെല്ലിൽ എങ്ങനെയായിരുന്നു? ഗാൽവനിക് സെല്ലില് ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവും ആയിരുന്നു അല്ലേ? ആയിരുന്നോ മക്കളെ? ആയിരുന്നോ? എന്റെ ക്ഷമയുടെ നെല്ലിപ്പലക ഇളകി തുടങ്ങിട്ടോ.
ഗാൽവനിക് സെല്ലിൽ എങ്ങനെയായിരുന്നു? ആരായിരുന്നു പോസിറ്റീവ്? കാഥോഡ് പോസിറ്റീവും ആനോഡ് നെഗറ്റീവും ആയിരുന്നു അല്ലെ? പക്ഷെ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ എങ്ങനെയാണ്? ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും ആണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ആരാ ഉള്ള? അക്മലെ കേൾക്കുന്നുണ്ടോ? അക്മൽ ഇടക്ക് ഇങ്ങനെ പോവും ഇറങ്ങുകയും ചെയ്യുന്നുണ്ടല്ലോ. അക്മൽ എല്ലാവർക്കും നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. ആദിത്യ കേൾക്കുന്നുണ്ടോ ആരെങ്കിലും? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? അപ്പൊ നേരെ തിരിച്ചാണ്. ഗാൽവനിക് സെല്ലില് എന്താണോ നിങ്ങൾ പഠിച്ചത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കേട്ടോ ആനോഡിന്റെയും കാഥോഡിന്റെയും. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറഞ്ഞത്. ആനോഡ് എന്ന് പറയുന്നത് ഇവിടെ ഇലക്ട്രോളിറ്റിക് സെല്ലില് ആനോഡ് പോസിറ്റീവ് ആണെങ്കിൽ ഗാൽവനിക് സെല്ലിൽ നിങ്ങൾ ആനോഡ് നെഗറ്റീവ് ആണെന്നല്ലേ പഠിച്ചത് അല്ലേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ എനിക്ക് തോന്നുന്നത്. മനസ്സിലായോ മക്കളെ? അപ്പൊ ഇവിടെ ഇലക്ട്രോളിറ്റിക് സെല്ലില് എങ്ങനെയാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രോളിറ്റിക് സെല്ലില് എന്താണ്? ഇലക്ട്രോളിറ്റിക് സെല്ലില് പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ആനോഡും നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കാഥോഡും ആണ്. മറ്റേ ഗാൽവനിക് സെല്ലിൽ എങ്ങനെയായിരുന്നു? ഗാൽവനിക് സെല്ലില് നേരെ തിരിച്ചായിരുന്നു. അതൊന്ന് ഓർത്ത് വെക്കും. അപ്പൊ നമുക്ക് എക്സാമ്പിളിലേക്കൊക്കെ പോവാം. ഞാൻ അതിൽ തന്നെ തൂങ്ങിയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഒരു ചോദ്യം, വൈദ്യുത വിശ്ലേഷണം ചെയ്യുമ്പോൾ പോസിറ്റീവ് അയോണുകൾ ഏത് ഇലക്ട്രോഡിലേക്ക് ആകർഷിക്കപ്പെടും? ടുവേഴ്സ് ഇലക്ട്രോഡ് ആർ ദ പോസിറ്റീവ് അയോൺസ് അട്രാക്റ്റഡ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ്. ഏതിലോട്ടായിരിക്കും പോസിറ്റീവ് അയോൺസ്? പോസിറ്റീവ് അയോൺസ് എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ടെർമിനലിലേക്കായിരിക്കും ആകർഷിക്കപ്പെടുന്നത് കേട്ടോ. എപ്പോഴും ഏത് ഇലക്ട്രോഡിലേക്കായിരിക്കും? നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡിലേക്കാണ് പോസിറ്റീവ് ആയിട്ടുള്ള അയോൺസ് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ ടുവേഴ്സ് ഇലക്ട്രോഡ് ആർ ദ നെഗറ്റീവ് അയോൺസ് അട്രാക്റ്റഡ്. നെഗറ്റീവ് അയോൺസ് ഏതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്? പോസിറ്റീവ് ആയിരിക്കും. കാരണം ഓപ്പോസിറ്റ് ചാർജസ് ആണല്ലോ അട്രാക്ട് ചെയ്യപ്പെടുന്നത്. ദെൻ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോണുകൾക്ക് സംഭവിക്കുന്ന മാറ്റം എന്തായിരിക്കും? വാട്ട് ചേഞ്ചസ് ഹാപ്പൻ ടു ദ അയോൺസ് വിച്ച് ആർ അട്രാക്റ്റഡ് ടു ദ കാഥോഡ്? കാഥോഡ് എന്ന് പറയുന്നത് എന്താണ്? കാഥോഡിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. കാഥോഡില് റിഡക്ഷൻ അല്ലെ, നിരോക്സീകരണമാണ് സംഭവിക്കുന്നത്. അപ്പൊ കാഥോഡിൽ വരുന്ന അയോണുകൾക്ക് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത് അല്ലെ, നിരോക്സീകരണമായിരിക്കും സംഭവിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന അയോണുകൾക്ക് സംഭവിക്കുന്ന മാറ്റം. വാട്ട് അബൌട്ട് ദ ചേഞ്ചസ് ഹാപ്പനിങ് ടു ദ അയോൺസ് അട്രാക്റ്റഡ് ടു ആനോഡ്? ആനോഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്ന അയോണുകൾക്ക് എന്താ സംഭവിക്കാം? അവിടെ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. ഓക്കെ, അവിടെ നടക്കുന്നത് എന്താണ്? ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇത്രയും മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇത് ബേസിക് ആണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് മനസ്സിലായോ? ആദിത്യ, ആദിത്യക്ക് മനസ്സിലായോ? ആരുടെയെങ്കിലും നെറ്റ്വർക്ക് സ്റ്റേബിൾ ആയിട്ടുള്ളത് ഉണ്ടോ? മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അക്മലെ മനസ്സിലായോ? കേൾക്കാമോ അക്മലിന്? ഓക്കെ, മൈക്രോഫോൺ കേടാ, കുഴപ്പമില്ല കുഴപ്പമില്ല, കേൾക്കുന്നുണ്ടല്ലോ, അത്രയും മതി. ഓക്കെ, അപ്പൊ കാറ്റിയോൺസ് ആൻഡ് ആനിയോൺസ്. കാറ്റിയോണുകളും ആനിയോണുകളും. നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളെ കാറ്റിയോൺ എന്ന് വിളിക്കും. അപ്പോ കാഥോഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്ന പോസിറ്റീവ് അയോണിനെയാണ് നമ്മൾ കാറ്റിയോൺ എന്ന് പറയുന്നത്.
അതുപോലെ ആനോഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള അയോണുകളാണ് അല്ലെ, ഓപ്പോസിറ്റ് ചാർജസ് ആണ് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിനെ നമ്മൾ ആനയോൺ എന്നും പറയും. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl. NaCl സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോളിസിസിനെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. സോ ആ ടോപ്പിക്ക് ഞാൻ നാളെ എടുക്കാം, അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. വേറെ ഒന്നുകൊണ്ടല്ല, അത് കുറച്ച് പെൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം, ബോർഡ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പൊ ഞാൻ ഫോണിലാണ് ക്ലാസ് എടുക്കുന്നത്. എന്തോ പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ എന്റെ ലാപ്ടോപ്പ് കംപ്ലൈന്റ് ആയി, ഓൺ ആവുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബോർഡ് വെച്ചിട്ട് എടുക്കാം. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഞാൻ ഇത്രയും വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. വേറെ ഒന്നും വിചാരിക്കരുത്, ലാപ്ടോപ്പിന്റെ ഇഷ്യൂ ഉണ്ടാട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം കേട്ടോ. ഇനി 2 ടോപ്പിക് കൊണ്ട് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2 പേരായിട്ട് എടുക്കുന്നതിലും നല്ലത് അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അത് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. ബൈ ദെൻ, ഗുഡ് നൈറ്റ്.